ഹായ് ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ് ഓൾ. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. രാവിലെ ഇടയ്ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നമ്മളുടെ മാർക്കറ്റിൽ ഇൻഫോസിസ്, വിപ്രോ, HCL ടെക് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ US ബാങ്ക് ഓഫ് അമേരിക്ക, സിറ്റി ഗ്രൂപ്പ്, JP മോർഗൻ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടുകൾ അവിടെയും അനൗൺസ് ചെയ്യുകയാണ്. ഈ ഒരാഴ്ചയിൽ ഏറ്റവും വലിയ ഈവൻ്റ് ആയിട്ടുള്ളത് US CPI ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കും ലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ്. US ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള ഏകദേശം ഒരു 2.3 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള ആപ്പിൾ സ്റ്റോക്കുകൾ കഴിഞ്ഞ ഒരാഴ്ച 6% ഇടിഞ്ഞു എന്നുള്ളതായിരുന്നു US മാർക്കറ്റിലെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം. കൂടാതെ US 10 ഇയർ ട്രഷറി ബോണ്ട് ഈൽഡ് 4%-ലേക്ക് സ്പൈക്കും ചെയ്തിട്ടുണ്ട്. പല സമയത്തും US 10 ഇയർ ട്രഷറി ബോണ്ട് ഈൽഡ് സ്പൈക്ക് ചെയ്യുന്നത് മാർക്കറ്റ് സീവിയർ ഫോളിന് കാരണമായിട്ടുണ്ട്. എല്ലായ്പ്പോഴും അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ സ്പൈക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മളുടെ മാർക്കറ്റിലേക്ക് തിരികെ എത്താം. ആദ്യമായിട്ട് നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ലെവലുകൾ നോക്കാം. ഫ്രൈഡേ ക്ലോസ്, ക്ലോസ് എന്ന് കാണാം. എവിടെയാണോ വെള്ളിയാഴ്ച ക്ലോസ് ഉണ്ടായിരുന്നത് അവിടെ തന്നെയാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. അതിനിടയിൽ ഒരു 100 പോയിൻറ്റിൻ്റെയൊക്കെ അപ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വീണ്ടും തിരികെ എത്തി. ഗിഫ്റ്റ് നിഫ്റ്റി അതേ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സ്ട്രാഡിലെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്ത ആളുകൾക്കെല്ലാം തന്നെ വലിയ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം രണ്ട് സൈഡും DK വന്നിട്ടുണ്ട്, മാർക്കറ്റ് ഒന്നും പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ നിഫ്റ്റിയുടെ വീക്കിലി ക്യാൻഡിൽ പരിശോധിച്ചപ്പോഴും നിഫ്റ്റി വീക്കിലി ഡോജി ക്യാൻഡിലാണ് ഫോം ആയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലും നിഫ്റ്റി ഒരു സ്ഥലത്തും പോയിട്ടില്ല. അവിടെ തന്നെ തിങ്കളാഴ്ച എവിടെയാണോ വ്യാപാരം അവസാനിപ്പിച്ചത് അവിടെ തന്നെ വെള്ളിയാഴ്ച വ്യാപാരം, തിങ്കളാഴ്ച എവിടെയാണോ വ്യാപാരം തുടങ്ങിയത് അവിടെ തന്നെ വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗ്ലോബൽ മാർക്കറ്റുകൾ നമുക്ക് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ആദ്യം ഗോൾഡ് കാണാം. $2045. ആദ്യ ബാച്ചിലുള്ള ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റാണ്, വിത്ത് സ്ലൈറ്റ്ലി പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സോട് കൂടിയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഡോ ഫ്യൂച്ചർ എന്നാൽ 40 പോയിൻറ്റിൻ്റെ ഇടിവ് കാണുന്നുണ്ട്. US വിക്സ് കഴിഞ്ഞ ദിവസം ഏറ്റവും താഴെ കാണാം, 20% സ്പൈക്ക് ഉണ്ടാക്കി 11.76 എന്ന നിലയിലാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ പൊതുവേ പോസിറ്റീവായിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തി. ഇതിൽ വിപ്രോയാണ് എടുത്തു പറയേണ്ടത്. ഏകദേശം ഒരു 1.3% ഒരു റാലിയും ICICI ബാങ്ക് 1.2% റാലിയും കണ്ടു. FISൻ്റെ ആക്ടിവിറ്റീസ് വളരെയധികം ക്രൂഷ്യലാണ്. കഴിഞ്ഞ ആഴ്ചയിൽ FIS കഴിഞ്ഞ ആദ്യ ദിവസം മാത്രം ഒരു സെല്ല് നടത്തി. ബാക്കിയുള്ള എല്ലാ ദിവസവും FIS ബൈ നടത്തിയിട്ടുണ്ട്. DAS ആണ് കഴിഞ്ഞ ആഴ്ചയിൽ ഫുൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുള്ളത്. ഏറെ നാളുകളായിട്ട് DAS ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് അനിവാര്യമാണ്. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലെ ആക്ടിവിറ്റീസ് കാണാം. 67% ലോങ് പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. 33% അവർ ഷോർട്ട് പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരാഴ്ചയിലെ പ്രധാന ഈവൻറ്റ് നമുക്ക് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ വ്യാഴാഴ്ചയാണ് CPI ഇൻഫ്ലേഷൻ US നിന്നുള്ളത്. ഫെഡറൽ ഓപ്പൺ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ സ്പീച്ചും, ചൈനയിലെ ഇൻഫ്ലേഷൻ വെള്ളിയാഴ്ച, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വെള്ളിയാഴ്ച. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ട്. കൂടാതെ ഇന്നത്തെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക്, ഇന്ന് FNO ബാൻ ആയിട്ടുള്ള സ്റ്റോക്കുകൾ, ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, ഇനി റിസൾട്ട് വരികയാണ്, ഓരോരോ കമ്പനികളുടെ റിസൾട്ട് എന്നാണ്, അതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്കുള്ള സ്റ്റോക്കുകളുടെ ന്യൂസുകളിലേക്ക് തിരികെ എത്താം. ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ജ്വല്ലറി സെഗ്മെൻറ്റിലും വാച്ച് സെഗ്മെൻറ്റിലും ട്രേഡ് ചെയ്യുന്ന കമ്പനിയാണ് ടൈറ്റാൻ്റെ റിസൾട്ടിന് മുമ്പ് ഇവരുടെ ബിസിനസ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. 23% ഇയർ ഓൺ ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ബിസിനസ്സിൽ അവരുണ്ടാക്കിയിട്ടുള്ള ഉയർച്ച. ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാരേജ് എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 30 ലക്ഷം കല്യാണങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളതാണ്. നൈക്ക ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് നൈക്ക. ഇവരുടെയും ഓളിയം ഏകദേശം ഒരു 20% ഉയർച്ച ഇയർ ഓൺ ഇയർ കണ്ടിട്ടുണ്ട്. ഇത് കമ്പനികളുടെ റിസൾട്ട് അല്ല, റിസൾട്ട് വരുന്നതേ ഉള്ളൂ. റിസൾട്ടിന് മുമ്പ് കമ്പനികൾ അവരുടെ പ്രവർത്തന റിപ്പോർട്ട് പുറത്തുവിടുന്നതാണ്. ONGC കമ്പനി ബേ ഓഫ് ബംഗാളിൽ ഇവരുടെ പുതിയ ഒരു ഓയിൽ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി എന്നുള്ളതാണ് കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ്. യൂണിയൻ ബാങ്ക് 9% ഇവരുടെ ഡെപ്പോസിറ്റ് ഉയർത്തി എന്ന് കമ്പനി അറിയിച്ചു.
TVS മോട്ടേഴ്സ് തമിഴ്നാട്ടിൽ ഏകദേശം 5000 കോടി രൂപ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെന്ന് കമ്പനി അറിയിച്ചു. ടാറ്റ സ്റ്റീലിൻ്റെ പ്രൊഡക്ഷൻ വോളിയം 7% ഉയർന്നു എന്ന് കമ്പനി അറിയിച്ചു. JK സിമെൻറ്റ് അക്രോ പെയിൻസിൽ ഒരു 53 കോടി രൂപ മുടക്കി 20% സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. നാരായണ ഹൃദയാലിയ കമ്പനി ഇവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. കമ്പനിക്ക് IRDAയുടെ ഗ്രാൻഡ് ലൈസൻസ് ലഭിച്ചിട്ടുണ്ട്. ഇൻഫോസിസ് ജെഫ്രീസ് എന്ന് പറയുന്ന US-ലെ ബ്രോക്കറിംഗ് സ്ഥാപനം ഇൻഫോസിസിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ക്രോപ്പൻ ഗ്രേവ്സ് കമ്പനി ഇന്ത്യൻ ഗവൺമെൻറ്റിൽ നിന്ന് പുതിയ പേറ്റൻറ്റ് ലഭിച്ചിട്ടുണ്ട്. JE പവർ കമ്പനിക്കും 22 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. NBCCക്ക് 25 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. SCVN കമ്പനി ഉത്തരാഖണ്ഡ് പവർ കോർപ്പറേഷനായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ REC കമ്പനി ബാങ്ക് ഓഫ് ബറോഡയായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മൊമെൻറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ. മാർക്കറ്റ് സമയത്ത് സ്റ്റോക്കുകളുടെ വാർത്തകൾ കിട്ടാനായിട്ട് നമ്മളെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സെർച്ച് ചെയ്യേണ്ട കാര്യമല്ല, ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പേരിന് സമാനമായിട്ടുള്ള സ്പാം ഗ്രൂപ്പുകൾ ഉണ്ടാവാം, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. ഇനി ഇന്ന് എക്സ്പയറി ഉള്ളത് നമുക്ക് ബാങ്കെക്സ് ആണ്. ബാങ്കെക്സ് എന്ന് പറയുന്നത് BSEയുടെ ഇൻഡെക്സ് ആണ്. BSEയിൽ ലിസ്റ്റ് ചെയ്ത ബാങ്കിങ് കമ്പനികളുടെ ഇൻഡെക്സ് ആണ് ബാങ്കെക്സ്. ബാങ്കെക്സിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ BSE ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എനേബിൾ ചെയ്യണം. BSE ബാങ്കെക്സിൻ്റെ OA ചാർട്ട് ലഭ്യമാണ്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ OA ചാർട്ട് നോക്കി നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ആദ്യ കാലഘട്ടങ്ങളിൽ ഏകദേശം ഒരു 1-2 മാസം മുമ്പ് എല്ലാ ട്രേഡേഴ്സും പൊതുവെ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസമോ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ആയിട്ട് ആണ് ട്രേഡിൽ ഇനീഷ്യേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നമ്മൾ നോക്കുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ്, ഈവൻ തിങ്കളാഴ്ച നോക്കുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ്, നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു ഗതി നമുക്ക് ഏറെക്കുറെ അറ്റ്ലീസ്റ്റ് അറിയാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഇതല്ല. ട്രേഡേഴ്സ് ഫണ്ടെല്ലാം തന്നെ ഈ 5 ഇൻഡെക്സുകളുണ്ട്. നിഫ്റ്റി എത്തണമെങ്കിൽ വ്യാഴാഴ്ച എടുക്കണം. അപ്പോൾ വ്യാഴാഴ്ച എത്തുമ്പോഴാണ് അവർ നിഫ്റ്റിയിൽ പൊതുവേ കയറുക. അപ്പോൾ ഓരോരോ ഇൻഡെക്സുകൾ കയറി ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്ത് മാറ്റുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് അറിയാനായിട്ട് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായ പോലെ അത്ര ഹെൽപ്ഫുൾ അല്ല, എങ്കിലും സ്റ്റിൽ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ ഇന്നലെ വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നാളെ നമുക്ക് ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് വൈകിട്ട് ഇന്ന് പോസ്റ്റ് മാർക്കറ്റിൽ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ഉള്ളതുപോലെ വൈകിട്ട് നമുക്ക് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു. ബൈ ഓൾ.